ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ആദ്യം നമ്മൾ ക്രാബിലോട്ടാണ് പോയത്. നമ്മൾ ഇന്ത്യൻസിന് അവിടെ വിസ ഓൺ അറൈവലാണ്. ആൻഡ് ഒരാൾക്ക് ഏകദേശം ഒരു 7,500 ഇന്ത്യൻ റുപ്പീസാണ് ആവുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ആ സൈറ്റിൽ നോക്കി ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് പോയത്. അത് ചെയ്തതിലും കുഴപ്പമില്ല, എയർപോർട്ടിൽ ഫോമൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, അതായത് അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ ക്യാരി ചെയ്യേണ്ട ഫോട്ടോൻ്റെ സൈസ്, ഇതൊക്കെ കൊണ്ടുപോയാൽ മാത്രം മതി. നമ്മുടെ എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എയർപോർട്ടിന് പുറത്ത് നമ്മൾ ഷട്ടിൽ ബസ് ബുക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓണാം എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഫെറിയിൽ ബോട്ട് ബുക്ക് ചെയ്തിട്ടാണ് റൈലയിലോട്ട് പോകാൻ പോകുന്നത്. എയർപോർട്ടിൽ അതേമാതിരി സിം കാർഡ് സെറ്റ് ചെയ്യാനുള്ള സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നാട്ടിൽ നിന്ന് ചെയ്യലും കുഴപ്പമില്ല, ഇവിടെയും നമുക്ക് അവൈലബിൾ ആണല്ലോ, ഇവിടെ വന്നിട്ട് ചെയ്യാവുന്നുള്ളൂ. റേറ്റിന് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷട്ടിൽ ബസ്സിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവർ ഷട്ടിൽ ബസ് ഈ കാണുന്നതാണ് കേട്ടോ, ഇതിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബസ് ഫില്ലായതിന് ശേഷമേ അടുത്ത ബസ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ആളുകൾ ഫില്ലാവുന്ന വരെ. അങ്ങനെ നമ്മൾ ഷട്ടിൽ ബസ്സിൽ കയറി നമ്മൾ ഓണാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നിയർലി ഒരു 30 to 45 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു യാത്ര. അങ്ങനെ നമ്മൾ ഫെറി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫെറി. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു. എന്നിട്ട് മുമ്പിൽ കാണുന്നതാണ് വെയിറ്റിംഗ് ഏരിയ. അവിടെ കുറേ പേര് ഓൾറെഡി വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ഈ ഏരിയയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും കുടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ്, ഓപ്ഷൻസ് എല്ലാം. അങ്ങനെ ബോട്ട് വന്നു, നമ്മൾ ബോട്ടിൽ കയറി സാധനങ്ങളൊക്കെ വെച്ചു, യാത്ര തുടങ്ങി റായ്ലയിലോട്ട്. നമുക്ക് നിയർലി ഒരു ഹാഫ് ആൻ അവർ, അത്രയും ടൈം എടുത്തില്ല. നമ്മളപ്പം വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള യാത്രയായിരുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു സ്ഥലങ്ങളൊക്കെ. ആൻഡ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ വരുമ്പോൾ സൺസ്ക്രീൻ എടുക്കാൻ മറക്കരുത്. കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ എക്സ്പോസ് ആകുമ്പോൾ ടാൻ അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. എനിക്ക് ആ ടൈമിൽ അത് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. വരുന്നവർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് കൊണ്ടുവരാം. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. കുറേ നേരം കിടന്നു ഉറങ്ങി. എന്നിട്ട് നമ്മൾ റൈലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഹോട്ടലിൻ്റെയും കാര്യങ്ങളും വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ റായ്ലെ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഫുൾ കഫേസും മസാജ് പാർലേഴ്സൊക്കെയാണ്. ആൻഡ് ഇവിടുത്തെ മെയിൻ ഫുഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റിക്കി മാംഗോ റൈസാണ്. ആൻഡ് ഇവിടുത്തെ മാംഗോ ജ്യൂസ്, ഈ മാംഗോസൊക്കെ അവിടുത്തെ ഭയങ്കര യമ്മിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അവിടുത്തെ ഈ മാംഗോസിനൊക്കെ. ആൻഡ് പിന്നെ കോക്കനട്ട് വാട്ടർ, ഇതൊക്കെ കുറേ അവൈലബിൾ ആണ് അവിടെ. ആൻഡ് അതേമാതിരി തന്നെ ഗ്രിൽഡ് ചിക്കൻ, റൈസ്, പീറ്റ്സാസ്, ഇതൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് ഫോറിനേഴ്സിനെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഇതായിട്ടുള്ള, അതായത് പീറ്റ്സാസ് അങ്ങനത്തെ ഡിഷസൊക്കെ ആയിരുന്നു കൂടുതലും വന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു പാർലർ, ആക്ച്വലി മുടി ബ്രെയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചൂസ് ചെയ്യായിരുന്നു കേട്ടോ. ആക്ച്വലി ഒരു ബ്രെയ്ഡ് ചെയ്യാനായിട്ട് 150 ബാത്താണ് അവർ പറഞ്ഞത്. ഞാൻ 2 എണ്ണമാണ് ചെയ്തത്. ആൻഡ് ഇത് പാർലറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് നമ്മൾ നേരെ റായ്ലെ ബീച്ചിലോട്ട് പോവാണ്. ആൻഡ് ഈ ബീച്ചിലോട്ട് പോകുന്ന വഴി നല്ല രസമായിരുന്നു. ഈ കഫേസിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാനായിട്ടൊക്കെ. ആൻഡ് ഇവിടുത്തെ ആളുകളെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ഇതാട്ടോ റായ്ലെ ബീച്ച്, നല്ല അടിപൊളി ബീച്ചാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. നമ്മളത് ഫോണിലെടുക്കാൻ നോക്കിയിട്ടും വീഡിയോ എടുക്കാൻ നോക്കിയിട്ടും അതിൻ്റെ യഥാർത്ഥ ഭംഗി സത്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയായിരുന്നു. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇവിടേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല രീതിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് തന്നെ ഇറങ്ങുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് ടാൻ അടിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും.
ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ തായ്ലൻഡിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വീറ്റ്, അതേമാതിരി മാജിക് മഷ്റൂം ഒക്കെ വൈഡ്ലി അവൈലബിൾ ആട്ടോ. ഓരോ സ്ഥലത്തും ഇഷ്ടംമാതിരി സ്റ്റോഴ്സ് നമുക്ക് കാണാം. ഇത് റായ്ലി ബീച്ചിൻ്റെ സൈഡിലാണ്. ഇവിടെയൊക്കെ കുറേ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളിതെല്ലാം നോക്കാം കേട്ടോ. കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മാജിക് മഷ്റൂം ഷേക്കിന് 400 ബാത്ത് ആയിരുന്നു. ആൻഡ് അത് ഈ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ 400 ബാത്ത് എന്നുള്ളത്. ആൻഡ് അതേമാതിരി തന്നെ ഗ്രാം ബേസ്ഡ് എന്തോ ആയിരുന്നു ഈ വീടിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ വേറൊരു വീട് ഫ്രീ ആണ്. ഇതൊക്കെ ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നതാണ്. സോ നമ്മളതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. ഇതാണ് കേട്ടോ ബോർഡ്. അങ്ങനെ നമ്മൾ റായ്ലി ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് നേരെ ഡയമണ്ട് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമാട്ടോ. ഈ ക്ലിഫിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ആൻഡ് വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര വലുതായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ മരങ്ങളൊക്കെ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോഴൊക്കെ ശരിക്കും ഈ ഗോകർണയിൽ പോകുമ്പോൾ അവിടുത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെയിം ആ ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ കിട്ടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് കിളികളുടെ ശബ്ദം അങ്ങനെയൊക്കെ ഒരു നേച്ചർ വൈബില്ലേ, ഫുൾ ഗ്രീനറി ആയിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എക്സാക്ട്ലി ഇങ്ങനെ എവിടെയാണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നേരെ ഇങ്ങനെ വഴി കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി മുമ്പിൽ ഇതാ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ നേരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 പേര് ഇരിപ്പുണ്ട് കേട്ടോ, കൗണ്ടർ ഇട്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു, ഹായ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും മൈൻഡ് ചെയ്യാതെ നടന്ന് പോകാൻ ആക്ച്വലി അത് കേട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ബോർഡുണ്ട്, ഇതാണ് ഡയമണ്ട് കേവ് കാണുന്ന കേട്ടോ, ഡയമണ്ട് കേവ്. ആൻഡ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടത് 2 പേര് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് കപ്പിളിനാണ് തോന്നുന്നു 400 ബാത്ത് എന്തോ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് ഡയമണ്ട് കേവ്. നമ്മൾ എല്ലാം കൂടി ഞാൻ സൂക്ഷിച്ച് നടന്നു. കാരണം എൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു കയറുന്ന ടൈമിൽ. അപ്പം ഞാൻ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ഉള്ളിലോട്ട് കയറി. ഇതൊരു കുഞ്ഞി കേവ് ആട്ടോ. ഈ കാണുന്ന അത്രേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിയും. ആൻഡ് ഇതിന് ഡയമണ്ട് കേവ് എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ കാൽസൈറ്റ് ഫോർമേഷൻ കാരണം ആട്ടോ. ഒരു ഡയമണ്ട് ലൈക്ക് ഫോർമേഷനാണ്. അതുകൊണ്ടാണ് ഇതിന് ഡയമണ്ട് കേവ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ വവ്വാലുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്വരമായിരുന്നു ഫുള്ളും. ആൻഡ് ലൈറ്റിംഗ് ഒക്കെ ഉള്ളിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴ്ത്ത് നോക്കി വേണം നടക്കാനായിട്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ബട്ട് ഓവറോൾ അടിപൊളിയായിരുന്നു കേട്ടോ കേവ്. നമ്മളപ്പോൾ ഡയമണ്ട് കേവ് കണ്ടു കഴിഞ്ഞിട്ട് നേരെ പ്രിൻസസ് കേവ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് ആക്ച്വലി ഒരു ബീച്ച്, അതായത് ഫ്രാ നാങ് എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ 2 കേവ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴികളൊക്കെ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും മനോഹരമാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒരു 15 മിനിറ്റ്സോളമൊക്കെ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം പോകുന്ന അറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പോകുന്ന വഴിക്ക് ഇതേമാതിരി റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ കണ്ടോ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ടൈമിംഗ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയറിയില്ല. സോ നമ്മൾ അപ്പം നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്ലിഫിൻ്റെ സൈഡിൽ കൂടിയാട്ടോ. ഇതിലെ കൂടിയാണ് പോകുന്നത്. എൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ ഫ്രാ നാങ് എന്നുള്ള ബീച്ചും പ്രിൻസസ് കേവ് ഉള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി അപ്പുറത്തെ സൈഡ് പോവാം. ഇതേ കണ്ടു, അതിൻ്റെ സൈഡിലൊക്കെ വഴികളുണ്ട്, പോകാവുന്നതാണ്. ഇവിടെ മോണിറ്റർ ലിസാർഡൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർ നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ ഫ്രാ നാങ് ബീച്ചിലെത്തി. ഇവിടുത്തെ ബീച്ചുകളുടെ ഭംഗി എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓരോ ബീച്ചും ഒന്നിനൊന്നും മികച്ചതാണ്. ഇതാട്ടോ ആദ്യത്തെ പ്രിൻസസ് കേവ്. വേറൊരെണ്ണം കൂടിയുണ്ട്. ഈ പ്രിൻസസിൻ്റെ പേര് ഫ്രാ നാങ് ആട്ടോ. ആ സെയിം പേര് തന്നെയാണ് ഇവിടുത്തെ ബീച്ചിനും. ആൻഡ് ഇതിനെ ചുറ്റിപ്പറ്റി 2 കഥകളാണുള്ളത്. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഈ ഫ്രാ നാങ് എന്നുള്ളൊരു ഇന്ത്യൻ പ്രിൻസസ് ആണ്. ആൻഡ് ഈ പ്രിൻസസ് ഇവിടെ ഒരു ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷം ആളുടെ ആത്മാവ് ഈ കേവിൽ കുടികൊള്ളുന്നു എന്നതാണ് ആദ്യത്തെ കഥ.
രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാൻ അങ് പ്രിൻസസ് ഇവിടുത്തെ ലോക്കൽ ഫിഷർമാൻ്റെ ഭാര്യയായിരുന്നു. ആൻഡ് ഒരു ദിവസം ഈ ഫിഷർമാനെ കടലിൽ കാണാതായപ്പോഴേക്കും ഈ പ്രിൻസസ് ഈ കേവിൽ വന്ന് ലൈഫ് ലോങ് ആളുടെ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേറെ കഥകൾ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ, കാരണം ആ സൺസെറ്റ് വ്യൂവും എല്ലാം കൂടി ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു റിലാക്സിങ് ആയിരുന്നു. ഞങ്ങളവിടെ ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജെല്ലി ഫിഷിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സോ സ്നോർക്കലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 5:36 ആ ഒരു ടൈം ആയപ്പോഴേക്കും അടുത്ത സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് പറഞ്ഞായിരുന്നു. കാരണം ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാനായിട്ടുള്ളൊരു അനുവാദവും ഇല്ല. ഈവൻ തോ ഈ ജെല്ലി ഫിഷിനൊക്കെ സൈൻ ബോർഡ്സും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും അവിടെ കളിക്കാനും കുളിക്കാനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത്ര അടിപൊളിയായിരുന്നു, റിലാക്സിങ് ആയിരുന്നു. സോ ഒരു മസ്റ്റ് വിസിറ്റും കൂടിയാട്ടോ ഇവിടെ. പിന്നെ ടൈം ആയപ്പോഴേക്കും സെക്യൂരിറ്റി നമ്മളെല്ലാവരോടും അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് പോവുകയാണ് തിരിച്ച്. ഞങ്ങൾ പോകുന്ന വഴി നേരത്തെ കുറച്ച് കഫേസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. മെയിനായിട്ട് നമ്മൾ പീസയും അതേമാതിരി സ്റ്റിക്കി മാംഗോ റൈസും അതൊക്കെയാണ് കഴിച്ചത്, കോക്കനട്ട് വാട്ടറും. നെക്സ്റ്റ് ഡേ നമ്മുടെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് 4 ഐലൻഡ് ട്രിപ്പായിരുന്നു. സോ അതിന് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും അവിടുത്തെ ആളുകളുടെ അടുത്ത്, ബോട്ടിലുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 3500 റേഞ്ചാണ് പറഞ്ഞത്. ഈ തായ്ലൻഡിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബാർഗെയിൻ ചെയ്യണം, എന്നാലും നമ്മുടെ റേറ്റിലോട്ട് ഇവർ ഒതുങ്ങുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഏകദേശം 2800 ബാത്ത് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പ്രൈവറ്റ് ബോട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 4 ഐലൻഡ് ഇതിലോട്ട് പോവുകയാണ്. നമ്മൾ പോയ 4 ഐലൻഡ്സ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോപ്പോട, പിന്നെ ചിക്കൻ ഐലൻഡ്, പിന്നെ താലേവേഗ് ആൻഡ് യാവോയായ് ഐലൻഡ്. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നമ്മളിങ്ങനെ കേട്ടോ പറഞ്ഞത്. അപ്പം ഈ 4 ഐലൻഡ്സിലോട്ട്, അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐലൻഡ്, അതായത് കോപ്പോട ഐലൻഡ്. ഇത് നല്ല കാമിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളതായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ലിറ്ററലി നമ്മൾ മാത്രമേ ആ ഒരു ഐലൻഡിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ നടുക്കൊരു സ്റ്റോർ ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളം, ഭക്ഷണ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് പോയി അറിയണം, അത്രയും അടിപൊളിയാണ്. ആൻഡ് ഈ വെള്ളം കണ്ടോ, അടിപൊളി വെള്ളമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഐലൻഡായിരുന്നു കേട്ടോ, എല്ലാം തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഓരോ ഐലൻഡിലും ഒരു 30 to 45 മിനിറ്റ്സ് വരെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. ആ ഒരു ടൈം അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇവിടെ വീഡിയോസും റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. ആൻഡ് ആ വെള്ളം അടിപൊളിയായിരുന്നു ആക്ച്വലി ബീച്ച്. അപ്പം ഞാൻ വേഗം ഇറങ്ങി കാലൊക്കെ നനച്ചിട്ടാണ് വന്നത്, ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈവൻ തോ കാറ്റും വെയിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കാരണം ആരും തന്നെ ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ ഇങ്ങനെ ചുറ്റി നടന്ന്, ഒരു ചെറിയൊരു ഐലൻഡ് മാതിരി തന്നെയാണ് കേട്ടോ തോന്നിയത്. നമ്മൾ ചുറ്റി നടന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യായിരുന്നു. സെക്കൻഡ് ചിക്കൻ ഐലൻഡിലോട്ടാണ് പോയത്. സൈഡിൽ കാണുന്നുണ്ടോ, അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ആ അറ്റത്ത് കാണുന്ന ഒരു ചിക്കൻ്റെ തലം മാതിരി, അങ്ങനെ ഒരു ചിക്കൻ ഐലൻഡ് അങ്ങനെയാട്ടോ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് സ്നോർക്കലിംഗ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള സ്പോട്ട്. അപ്പോൾ അത് സ്നോർക്കലിംഗ് ചെയ്യാനുള്ള ഇതൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ സ്വിമ്മിങ് അറിയാത്ത ആളുകൾക്ക് സ്നോർക്കൽ ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് സ്വിമ്മിങ് അറിയില്ല, പക്ഷെ ഞാൻ സ്നോർക്കലിംഗ് ചെയ്തായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പേടിയുണ്ട്, പക്ഷെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ പിടിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തോട്ട് നോക്കിയാലും നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ആ ബോട്ടിൽ തന്നെ അവരുടെ കയ്യിലുണ്ടാവും. ആൻഡ് ഇവർ നമ്മളുടെ ബോട്ടിലിരുന്ന് കുറേ ഫുഡ്, ഈ ഫിഷിൻ്റെ ഫുഡൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ചുറ്റിനും നിറയെ ഈ ഫിഷ് ആയിരിക്കും. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടി അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. സോ ഇവിടെ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം.
ഈ സ്നോർക്കലിംഗ് എക്യുപ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നേരത്തെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ 3rd ഐലൻഡാണ്. പിന്നെ 4th ഐലൻഡിൻ്റെയും ഇത്രയും നമുക്ക് 3rd ഐലൻഡിലുള്ളൂ. 4th ഐലൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഗോപ്രോൻ്റെ ചാർജ് തീർന്നായിരുന്നു. ഇത് നമ്മുടെ ഓൺ ആംഗിൾ എത്തിയിട്ടുള്ള വീഡിയോ ആണ്. ആക്ച്വലി നമ്മൾ 4 ഐലൻഡ് ട്രിപ്പിന് ശേഷം നേരെ ബോട്ട് പിടിച്ചിട്ട് ഓൺ ആംഗിലോട്ട് എത്തിയായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഗോപ്രോക്ക് ചാർജ് ഉണ്ടായില്ല. പിന്നെ നമ്മൾ റൂമിലെത്തി ചാർജ് ചെയ്തിട്ട് രാത്രി ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ആക്ച്വലി ഓൺ ആങ് എന്നുള്ളത് ഒരു മിനി ബാങ്കോക്ക് വൈബായിരുന്നു കേട്ടോ. ഫുഡ് സ്റ്റോഴ്സ് ആണെങ്കിലും കടകളും ഒക്കെ അതേമാതിരി തന്നെയാണ് തോന്നിയത്. ഇതൊരു സിറ്റിയാണ് ആക്ച്വലി. അതൊരു ഐലൻഡ് ആണെങ്കിൽ ഇതൊരു സിറ്റിയാണ്. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഈ തായ് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ബട്ട് ടു ബി ഓണസ്റ്റ്, തായ് സ്മെല്ലിൻ്റെ ഫുഡൊക്കെ അടിച്ചപ്പോൾ തന്നെ എനിക്ക് വലിയ കഴിക്കാനുള്ളൊരു തോന്നിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിച്ചായിരുന്നു, പക്ഷേ ആൾക്കും ഇഷ്ടപ്പെട്ടില്ല. നമുക്കത് പറ്റുന്നില്ല എന്നുള്ള. പക്ഷേ സ്റ്റിക്കി മാംഗോ റൈസ്, മാംഗോ ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ്, പിന്നെ കോക്കനട്ട് വാട്ടർ, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഗ്രിൽഡ് ചിക്കൻ, റൈസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേമാതിരി കബാബ്, പോർക്ക് കബാബ്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള കഫേസ്, ബാറിലൊക്കെ പോയി. ആൻഡ് ഇത് ബാറിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. ആൻഡ് അവിടെ ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നേ. കുറച്ച് നേരം ബാറിലും കഫേസിലൊക്കെ ചില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ച്വലി ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു പാർലറിൽ പോയി ഫുഡ് മസാജൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കായിരുന്നു. ബിക്കോസ് എനിക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് അവസാനം തോന്നിയിട്ട് നമ്മൾ ഫൈനലി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ആൻഡ് അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു, എന്നിട്ട് കഴിച്ചു. ആൻഡ് നമ്മൾ ഈ ഒരു നൈറ്റ് മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഒരു ഷട്ടിൽ ബസ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവർ വന്ന് നമ്മൾ പിക്ക് ചെയ്തു. നമ്മളപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് പോകാട്ടോ, ബാങ്കോക്കിലോട്ട് പോകാനായിട്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ച് ലെങ്തി ആയിപ്പോവും. പിന്നെ ക്രാബിൽ നമ്മൾ പോയത് കൂടാതെ വേറെ നല്ല കുറേ സ്പോട്ടുകളുണ്ട്. ലൈക്ക് എമറാൾഡ് ലേക്ക്, മാംഗ്രോവ് ഫോറസ്റ്റ്, കയാക്കിംഗ്, ATV ജംഗിൾ അഡ്വഞ്ചർ, അങ്ങനെ കുറേ നല്ല സ്പോട്ടുകളും ഉണ്ട്. സോ തായ്ലൻഡ് ട്രിപ്പ് പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.